ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പേ പരമ്പരയുടെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന കുറച്ച് നല്ല വിശേഷങ്ങൾ കേട്ടാലോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സാന്ത്വനം ടൂവിൻ്റെ ഒരു ഇന്ന് നാളെയൊക്കെ ആയിട്ട് വരാനുള്ള ഇന്നില്ല നാളെയൊക്കെ ആയിട്ട് വരാനുള്ള എപ്പിസോഡുകളുടെ വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ അലീനയുടെ സ്റ്റാൻലിയും അലീനയും തമ്മിലുള്ള ആ ഒരു കുളത്തൂപ്പുടെ വീട്ടിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ അലീന ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. കുളത്തൂപ്പുടെ വീട്ടില് ചില തീരുമാനങ്ങളൊക്കെ, അതായത് വേറൊന്നുമല്ല, അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. തൻ്റെ പപ്പ കഷ്ടപ്പെടുന്ന പണം അങ്ങനെ ദൂർത്തടിച്ച് കളയാനായിട്ട് അലീന വിട്ടുകൊടുക്കോ? അലീന അങ്ങനെ ജീവിച്ചൊരു പെൺകുട്ടിയുമല്ല. അനീതി എവിടെ കണ്ടിരുന്നാലും അലീന അത് ചോദിക്കുക തന്നെ ചെയ്യും. ഒരു ആഹാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, പാഴാക്കി കളയുന്നതിനോട് അലീന ഒട്ടും തന്നെ നിൽക്കില്ല. അങ്ങനെ അലീന എതിരായിട്ട് ശക്തമായിട്ട് അലീന പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുക്കള ഭരണം നടത്തുന്നത് നമ്മുടെ പൗലോസിനെ ഒന്ന് ഒതുക്കാനുള്ള ശ്രമങ്ങളൊക്കെ അലീന നന്നായിട്ട് നടത്തുന്നുണ്ട്. പൗലോസ് സ്റ്റാൻലിയെ കൊണ്ട് അലീനയെ താക്കീത് ചെയ്യാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അതൊന്നും വകവയ്ക്കാണ്ട് തന്നെ അലീന പൗലോസിനെ ഒടിച്ചു മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ പപ്പ കഷ്ടപ്പെടുന്ന പണം അങ്ങനെ ദൂർത്ത് കളയാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ പണിക്ക് നിൽക്കണ്ട എന്നുള്ളത് തന്നെ സ്റ്റാൻലി ജോസഫിന്റെ മകളായ അലീന പറയുകയാണ് കേട്ടോ. ആദ്യമൊക്കെ അലീനയുടെ വാക്കുകൾക്ക് ഒരു വില കൊടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് പൗലോസിന് മനസ്സിലായി സ്റ്റാൻലിയുടെ മകളാണ്, അപ്പൊ അതുകൊണ്ട് ആ വാക്കിന് അതിൻ്റെതായ വിലകൾ കൊടുക്കണം എന്നുള്ളത് പൗലോസിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അലീന. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അലീനയോട് പല താക്കീതുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. നീ ആവശ്യമില്ലാത്ത കേസൊക്കെ ഇടപെടണ്ട എന്നുള്ള രീതിയിലൊക്കെ. അപ്പം എല്ലാത്തിനും നമ്മുടെ ഔതക്കുട്ടി ചായൻ എല്ലാത്തിനും അലീനയുടെ ഒപ്പം ഒത്താശ പിടിക്കാനുണ്ടല്ലോ. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റാൻലി അവരുടെ അടുത്ത് ഒരു നീരസമൊക്കെ അപ്പച്ചനോടും അതുപോലെ അലീനയോടും കാണിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അലീന റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനുശങ്കർ വിളിക്കുന്നത്. അപ്പൊ മനുവിന്റെ കോള് കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു പ്രയാസമൊക്കെ ആയിരുന്നു. അങ്ങനെ മനു വിളിച്ചു കഴിഞ്ഞ് സംസാരിച്ച് അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. അവിടത്തെയും ഇവിടത്തെയും വിശേഷങ്ങളൊക്കെ ഓരോന്നും മനു ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന കാര്യങ്ങളൊക്കെ പറയണേ, ഇന്നതുപോലെ പപ്പയുടെ പണം ഇവിടെ ദൂർത്തടിക്ക് അങ്ങനെ പാഴാക്കി കളയുന്നുണ്ട്. ഇതൊന്നും പപ്പ ശ്രദ്ധിക്കുന്നില്ല. ആഹാരമായിക്കോട്ടെ എന്ത് പച്ചക്കറിയൊക്കെ വേസ്റ്റാക്കി കുറേ കളയാണ്. ഞാനത് താക്കീത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം മനു പറഞ്ഞു, ഓ നീ അവിടെ ചെന്ന് കയറും മുമ്പേ തന്നെ അവരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ? അത് വേണ്ട അലീന എന്നൊക്കെ പറയണേ. എനിക്ക് പറ്റില്ല മനുവേട്ടാ, കാരണം എവിടെ അനീതി കണ്ടാലും അത് ചോദിക്കാതിരിക്കാൻ നീ അലീനയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല, അലീന അങ്ങനെ പഠിച്ചിട്ടുമില്ല എന്ന് പറയണേ. അതിനുശേഷം മനു പറഞ്ഞു, അതൊക്കെ ആയിക്കോട്ടെ, എന്തായാലും ഇക്കണക്കിന് പോവാണെങ്കിൽ നീ നമ്മളെയൊക്കെ മറക്കും തോന്നുന്നല്ലോ. അതെന്താ മനുവേട്ടാ അങ്ങനെ പറഞ്ഞത്? ഒന്നും കൊണ്ടല്ല, എങ്കിലും ഇപ്പൊ പോയിട്ട് ഇത്തിരി ദിവസമായല്ലോ, നിനക്ക് നമ്മളെ കാണാൻ പോലും ഒന്നും തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഇക്കണക്കിനാണെങ്കിൽ നിന്നെ എനിക്ക് കെട്ടിച്ചും തരൂല്ലല്ലോ നിന്റെ പപ്പ എന്ന് പറഞ്ഞു. കെട്ടിച്ചോ? അപ്പം മനു ചോദിച്ചു, അതെന്താ ആ വാക്ക് ആദ്യമായിട്ടാണോ കേൾക്കണത്? അല്ല, ഞാന് അങ്ങനെയല്ല മനുവേട്ടാ പറഞ്ഞത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക്. അപ്പം മനു പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേ കുളത്തൂപ്പുഴയ്ക്ക് വരുന്നുണ്ട്, നീ ആ ലൊക്കേഷൻ അങ്ങ് ഇട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അലീനോട്, ഇങ്ങോട്ടോ? എപ്പോഴാ മനുവേട്ടാ? അതൊന്നും തീരുമാനിച്ചില്ല. എൻ്റെ പെണ്ണെ എപ്പോൾ കാണുമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് വരും എന്നിങ്ങനെ മനു പറയുന്നത് കേട്ടോ. അങ്ങനെ അലീനയുടെ കുറേ വിശേഷങ്ങളൊക്കെ കേട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം നെടുമ്പുരയ്ക്കൽ വീട്ടിലെ വിശേഷങ്ങളും അലീന ചോദിക്കുന്നുണ്ട്. പിള്ളേരുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വിശേഷങ്ങളൊക്കെ അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ മനു പറയുന്നുണ്ട്. അതുപോലെ ഹരിയുടെ ജാമ്യത്തിന്റെ കേസും ഒക്കെ അലീന എല്ലാ കാര്യങ്ങളും തിരക്കുകയാണ്. അതിനുശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഔതക്കുട്ടി ചായൻ അങ്ങ് പുനലൂർക്ക് പോവുകയാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അലീനയോട് പറയുന്നുണ്ട്. അപ്പൊ നീ വരുന്നുണ്ടോടി മോളെ എന്ന് അലീനയോട് ചോദിക്കുകയാണ്. ഇല്ല, വല്യപ്പച്ചൻ പോയിട്ട് വാ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം എന്നുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി ചായൻ 2 ദിവസത്തേക്ക് വീട്ടിലോട്ട് പോവുകയാണ്.
അപ്പൊ ഈ സമയത്ത് അലീന ഇങ്ങനെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആ കാറ് വന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലേഡിയും ഒപ്പം ഒരു പെൺകുട്ടിയും അതിന്റെ ഒപ്പം കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു ജീൻസും ടോപ്പൊക്കെ അണിഞ്ഞ് ഏകദേശം അലീനേനെയൊക്കെ പോലെ സാമ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അലീന മനസ്സിലോർത്തു, ഇവിടത്തെ ആരെങ്കിലും ബന്ധുക്കളാണോ അതോ ഇനി പപ്പയുടെ മോളോ മറ്റോ ആണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ അലീനയ്ക്ക് വരെയാണ് കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പതുക്കെ മാറി അങ്ങോട്ട് റൂമിലോട്ട് പോയി. അപ്പൊ ഈ സമയം നമ്മുടെ ആൻ്റപ്പൻ അങ്ങോട്ട് വരെയാണ്. അപ്പൊ ഇത് ആരാ ഇത്, നമ്മുടെ റീത്താമ്മയോ? ഈ റീത്താമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയായ എൽസമ്മയുടെ ജ്യേഷ്ഠത്തിയാണ്. പിന്നെ കൂടെ വന്നിരിക്കുന്നത് ടാനിയ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാൻലിയുടെ സ്വന്തം മകളും. സ്റ്റാൻലിക്ക് 3 മക്കളാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ റീത്താമ്മ ഇവിടെ ഏതോ ഒരു പെൺകുട്ടി താമസത്തിന് വന്നിട്ടുണ്ടെന്നും സ്റ്റാൻലിയുടെ മകളാണെന്നൊക്കെ കേട്ടുല്ലോ. അതിനെ കുറിച്ചൊന്ന് അറിയാനായിട്ടൊക്കെ ഒന്ന് വന്നേക്കുന്നതാണ്. അപ്പം ഈ എൽസമ്മ എന്ന് പറയുന്നത് അത്ര വലിയ ഇങ്ങനെ ഒരു ഇതല്ല, ഒരു അപ്പാവി ടൈപ്പാണ്, പള്ളിയിലൊക്കെ പോയി എപ്പോഴും നടക്കുന്ന ആ ഒരു ലെവല്. റീത്താമ്മ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് ചോദിക്കുക, സംസാരിക്കുക ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു ലേഡി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടാനിയും റീത്താമ്മയും അകത്തോട്ട് കയറി വരെയാണ്. അപ്പൊ ആൻ്റെപ്പം വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ആൻ്റെപ്പം സുഖമാണോ? ആ സുഖം റീത്താമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇവിടെ ഇല്ലേ നിന്റെ കേണൽ സാബ്? ഉണ്ട്, സാബ് റൂമിലുണ്ട്, ഒന്ന് കാണട്ടെ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ റീത്താമ്മ ടാനിയെയും കൂട്ടി നേരെ സ്റ്റാൻലിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നപ്പോൾ സ്റ്റാൻലി ചെന്നു. അപ്പം റീത്താമ്മയോ വാ ഇരിക്കുമെന്ന് പറഞ്ഞു. നിന്റെ പട്ടികൾ ഇരിക്കുന്നിടത്ത് കയറി ഇരിക്കലല്ല ഈ റീത്താമ്മയുടെ പണിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തേ വന്ന കാര്യം ഒന്ന് ചോദിച്ചു സ്റ്റാൻലി. അതെ, നീ എവിടെന്നോ ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ആ ഏതോ ഒരു പെണ്ണല്ല, എൻ്റെ സ്വന്തം മകളാന്ന് പറഞ്ഞു. പോണിടത്തെല്ലാം ഓരോ കുട്ടിയെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സ്വഭാവം നിനക്കുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് അങ്ങോട്ട് ദേഷ്യം പറയണ. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, റീത്താമ്മ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ കണക്കിൽ എൽസമ്മയ്ക്ക് 3 പെൺകുട്ടിയെ നിനക്കും എൽസമ്മയ്ക്കുള്ളൂ. അല്ല, ഇത് ഏത് വകയിലുണ്ടായാണെന്ന് അറിയില്ലല്ലോ, അപ്പൊ അതൊന്ന് തിരക്കാനായിട്ട് വന്നേണെന്ന് പറഞ്ഞു. ഇതൊരു വകയിലുണ്ടായതാ, എൻ്റെ മകളാന്ന് പറഞ്ഞു. അലീന എന്നാ പേരെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും റീത്താമ്മക്ക് അറിയാനുണ്ടോ എന്ന് സ്റ്റാൻലി ചോദിച്ചു. സ്റ്റാൻലിയും വിട്ടുകൊടുക്കില്ലല്ലോ. വേറൊന്നുമില്ല. അതെ, നിനക്കൊരു വിചാരം ഉണ്ടാവും, ഈ പുളിക്കത്തറവാട്ടുകാര് അത്ര വലിയ ഇതായിട്ടുള്ളവരൊന്നും അല്ലെന്ന്. ഞങ്ങൾക്ക് 4 ആങ്ങളമാരും കൂടെ ഉണ്ട്. എൻ്റെ എൽസമ്മയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും ചോദ്യം ചെയ്യാനും ഞങ്ങൾ മതി എന്ന് പറഞ്ഞു. ഓ, എന്നാ ആയിക്കോട്ടെ, 4 ആങ്ങളമാരെയും കൂട്ടി റീത്താമ്മ വേഗം വാ, ഞാൻ ഇവിടെ തയ്യാറെടുപ്പൊക്കെ എടുത്തിരിക്കാന്ന് പറഞ്ഞു. റീത്താമ്മക്ക് ദേഷ്യം വരെയാണ്. റീത്താമ്മ നോക്കി. അപ്പോഴേക്കും റീത്താമ്മ ടാനിയരുടെ അടുത്ത് പറഞ്ഞു, നിനക്കൊന്നും ചോദിക്കാനല്ലേ ടാനിയ നിന്റെ പപ്പയോട്? അപ്പൊ ടാനിയ ഒന്നും മിണ്ടിയില്ല. അപ്പം നമ്മുടെ സ്റ്റാൻലി ടാനിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല കേട്ടോ. മക്കളോടൊന്നും ആ ഒരു അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. കാരണം മക്കളും തിരിച്ച് സ്റ്റാൻലിയോട് ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ്. അങ്ങനെ റീത്താമ്മ സ്റ്റാൻലിയെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. പുറത്തിറങ്ങിയപ്പോ ആൻ്റപ്പൻ അവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം, നാട്ടുകാർക്ക് പറഞ്ഞ് കൈയൊട്ടിച്ചിരിക്കാൻ ഒരു വിശേഷമായല്ലോ സ്റ്റാൻലിയുടെ അവിഹിത ബന്ധം എന്നുള്ള രീതിയിൽ. ആൻ്റപ്പനും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിന്നു. എവിടെയാ സുന്ദരി കോത കൊണ്ടുവന്നേക്കണേ? അപ്പൊ റൂമിലുണ്ട്. അങ്ങനെ റൂം ആൻ്റപ്പൻ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റീത്താമ്മയും ടാനിയും കൂടെ ചെല്ലുകയാണ്. അപ്പൊ റൂം അടഞ്ഞിടക്കുകയാണ്. റീത്താമ്മ അങ്ങോട്ട് ഡോറ് പെട്ടെന്ന് വലിച്ചങ്ങോട്ട് തുറന്ന് അകത്ത് കയറിയാണ്. അപ്പോഴേക്കും അലീന പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അലീന ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ അവിടെ നിന്നു. കാരണം ഇവിടുത്തെ ആരോ ബന്ധുവോ ആരോ ആണ് എന്നുള്ളത് അലീനയ്ക്ക് അറിയാം. അപ്പൊ അതിന്റെ ഒരു ബഹുമാനത്തിന് അലീന എണീറ്റ് ചെറിയൊരു ചിരിയോടെ നിന്നു കേട്ടോ. കണ്ടില്ലേ, എവിടെയോ കിടക്കണവളൊക്കെ വലിഞ്ഞു കയറി വന്ന് കിടക്കണു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് റീത്താമ്മ ടാനിയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് റീത്താമ്മ നേരെ വീട്ടിൽ ചെല്ലാണ്. വീട്ടിൽ ചെന്നിട്ട് വലിയ വിഷയം ഉണ്ടാക്കുകയാണ്. ആങ്ങളമാരെയൊക്കെ വിളിച്ചു വരുത്തേണ്. സ്റ്റീഫച്ചായനെയും ഔസേപ്പച്ചനെയും ഒക്കെ വിളിച്ചു വരുത്തേണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ എൽസമ്മയ്ക്ക് 3 മക്കളെ ഉള്ളൂ. ഇപ്പൊ എവിടെന്നോ ഒരുത്തീനെ കെട്ടിലമ്മയാക്കി അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. മിക്കവാറും ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം അവളുടെ പേരിന് പോകും. ഇനിയും വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഇതുപോലെ ഓരോന്ന് വന്നു കയറുമെന്ന് ആർക്കറിയാം എന്ന രീതിയിൽ റീത്താമ്മ കിടന്ന് ആടിപ്പൊടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റീഫച്ചായൻ പറഞ്ഞു, കൊള്ളാം, അവനല്ലേ, അവൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും. അപ്പം റീത്താമ്മ പറഞ്ഞു, അതെ,
എൻ്റെ എൽസമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാൻ പോകും, എനിക്കവനെ പേടിയൊന്നുമില്ല എന്ന് റീത്താമ്മ പറഞ്ഞു കേട്ടോ. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞു, ഇത്രയും നാൾ അവനോടൊന്നും ചോദിക്കാനോ മിണ്ടാനോ പറയാനോ പോയിട്ടില്ല, ഇതെന്തായാലും ചോദിക്കാതിരിക്കലില്ല. നമ്മള് പുളിക്കത്തറവാട്ടുകാരെ അങ്ങനെ ഇങ്ങനെ ആപ്പോപ്പരൊന്നും അല്ലാന്ന് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന രീതിയിൽ ആങ്ങളമാരൊക്കെ തീരുമാനിക്കുകയാണ്. റീത്താമ്മ പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, മനുഷ്യന്റെ മുഖത്ത് നോക്കണ്ടേ, അവന്റെ ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കണു എന്നൊക്കെ ഇങ്ങനെ റീത്താമ്മയും പറയുന്നുണ്ട്. ഈ എൽസമ്മയാണെങ്കിൽ എന്ത് തൻ്റെ ആങ്ങളമാരും റീത്താമ്മയും പെങ്ങളും പറയണ എന്താണോ അതിനപ്പുറം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ തീരുമാനം അതെന്താണോ അതനുസരിച്ചിട്ടേ നമ്മുടെ എൽസമ്മ നിൽക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ സ്റ്റാൻലിയോടൊപ്പം ജീവിക്കാണ്ട് മക്കളെയും കൊണ്ട് നേരെ റീതാമ്മയും ആങ്ങളമാരും പറഞ്ഞനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് താമസം വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒപ്പം മക്കളെയും കൊണ്ട് ജീവിക്കില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം അവർ തീരുമാനിച്ച് ഒരു എത്തേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി എന്തായാലും ഇതൊന്നും കണ്ട് ഈ വെല്ലുവിളികളൊന്നും സ്റ്റാൻലിയെ ബാധിക്കുന്ന ഒരാളല്ല. ഇതിന്റെ അപ്പുറം വേണമെങ്കിലും സ്റ്റാൻലി ഹാൻഡിൽ ചെയ്യും. അങ്ങനെ നമ്മുടെ അലീനെ ഇവര് പോയ ശേഷം നമ്മുടെ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആൻ്റപ്പൻ ചേട്ടാ, ഇതാരാ ഇപ്പൊ വന്നിട്ട് പോയത്? അപ്പോഴേക്ക് നമ്മുടെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, അത് മോള് ഇവിടത്തെ കെനൽ സാബിന്റെ മോള ടാനിയ. പിന്നെ കൂടെ വന്നത് ഇവിടത്തെ സാറിന്റെ വൈഫിന്റെ ചേട്ടത്തിയാണെന്നും പറയൂ കേട്ടോ, റീത്താമ്മ എന്ന് പറഞ്ഞു. ഓ, മോളായിരുന്നു അല്ലേ അതെന്ന് പറഞ്ഞു. അയ്യോ, ഒന്ന് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പറ്റിയില്ല. ഏകദേശം തന്നെ പോലെ തന്നെ ഒരു സാമ്യമൊക്കെ അവൾക്കും ഉണ്ട് എന്നുള്ള ചിന്തയായിരുന്നു അലീനയ്ക്ക്. അങ്ങനെ അലീന സമയമൊക്കെ അങ്ങനെ ഇതും ഓരോന്നും ചിന്തിച്ചു എടുത്തു. അങ്ങനെ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഔദോ കുട്ടിച്ചായൻ 2 ദിവസത്തെ വീട്ടിലെ യാത്രയൊക്കെ കഴിഞ്ഞ് വരെയാണ്. അങ്ങനെ ഔദോ കുട്ടിച്ചായൻ എത്തിയപ്പം തന്നെ അലീന കാര്യങ്ങളൊക്കെ പറയണേ, ഇങ്ങനെ റീത്താമ്മയും അതുപോലെ തന്നെ പിന്നെ പപ്പയുടെ മോളും ടാനിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വന്നിട്ട് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഔദോ കുട്ടിച്ചായൻ പറഞ്ഞു, ചില്ലറക്കാരൊന്നുമല്ല ഈ പുളിക്കത്തറവാട്ടുകാരെന്ന് പറയണ. 4 ആങ്ങളമാരാ എൽസമ്മയ്ക്ക്. പിന്നെ ഒരു പെങ്ങളുണ്ട് റീത്താമ്മ, അവള് വരയ്ക്കണ വരയിലപ്പുറം എൽസമ്മയ്ക്കില്ല. അതുകൊണ്ടല്ലേ മക്കളെയും വലിച്ചെടുത്ത് സ്റ്റാൻലിയോടൊപ്പം ജീവിക്കാണ്ട് ഇപ്പൊ ആങ്ങളമാരും പെങ്ങളും പറഞ്ഞതും കേട്ട് അവിടെ പോയി കിടക്കണത്. എന്തായാലും ഇനിയിപ്പോ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്ക് അലീന പറഞ്ഞു, ഞാനായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കാനില്ല വല്യപ്പച്ച, ഞാനൊരു കാര്യം ചെയ്താലോ, ഞാൻ ഇവിടെ നിന്ന് പോയാലോ? അപ്പൊ ഔദക്കുട്ടിച്ചായൻ പറഞ്ഞു, കൊള്ളാം കൊള്ളാം, നല്ല കാര്യം, നീ സ്റ്റാൻലിയുടെ മകളല്ലേ, സ്റ്റാൻലിക്ക് ഇല്ലാത്ത പേടിയാണോ നിനക്ക്? അതെ, സ്റ്റാൻലിയുടെ മറ്റൊരു മുഖം നീ കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ ഈ ഒരു മുഖമല്ലേ നീ കണ്ടിട്ടുള്ളൂ. സ്റ്റാൻലിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട്. വെട്ടൊന്നു മുറി രണ്ട് എന്നൊരു പഴമൊഴി അവനുള്ളത്. ഈ പറയണ 4 ആങ്ങളമാര് സ്റ്റാൻലിയുടെ മുന്നിൽ വന്നാണ്ടല്ലോ മുട്ട് തമ്മിലടിക്കും. അങ്ങനെ പേടിയാ സ്റ്റാൻലിയെ. പിന്നെയാണോ, നീ എന്തിനാ മുള്ളടി പേടിക്കണത്? നിന്നെ ഇവിടെ ഒരാൾ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഔദക്കുട്ടിച്ചായൻ നമ്മുടെ അലീനയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എങ്കിലും അലീനയ്ക്ക് ഉള്ളിൽ ഒരു ചെറിയ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കാരണം പപ്പയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ പപ്പയുടെ മക്കൾക്കോ ആർക്കോ ഒരു ബുദ്ധിമുട്ട് വരുന്നതിനോടൊന്നും അലീനയ്ക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനു അലീനയെ കാണാനായിട്ട് കുളത്തൂപ്പുഴയ്ക്ക് വരുന്നുണ്ട്. മനു വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയുടെ അടുത്ത്, ഞാനേ നീ വിചാരിക്കാണ്ട് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അലീന അന്നേരം പറഞ്ഞിട്ടുണ്ട്, മനുവേട്ടാ വിളിക്കാണ്ട് വരരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ് അലീന അന്ന് ഫോൺ വെച്ചത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മനുശങ്കർ അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അലീനയും മനുശങ്കറിന്റെയും ഈ ഒരു കൂടിക്കാഴ്ചയിൽ സ്റ്റാൻലിക്ക് ഒരുപാട് ഇഷ്ടക്കുറവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം അലീനയോടുള്ള ഇടപഴകലും സംസാരമൊന്നും സ്റ്റാൻലിക്ക് പൊതുവിൽ ഒരു ചെറുപ്പക്കാരനാണല്ലോ, സ്റ്റാൻലിക്ക് കൂടുതൽ താല്പര്യം ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. നമ്മുടെ വീഡിയോ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്
ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ സാന്ത്വനം 2ന്റെ ഇനി വരാനിരിക്കുന്ന 1, 2 എപ്പിസോഡുകളുടെ പുതിയ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം സാന്ത്വനം ഇപ്പോൾ കുറച്ച് നല്ല രീതിയിലാണ് പോകുന്നത്. കാരണം നമ്മുടെ ധർമ്മൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ കട ഓപ്പണിംഗ് വരുന്നുണ്ട്. അച്യുതൻ്റെ ആ ഒരു ശത്രുത ബാലനോടുള്ള അതൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ എപ്പിസോഡുകളിൽ വരുന്നത്. പിന്നെ അത് മാത്രമല്ല എന്നേക്കുമായിട്ട് നമ്മുടെ ആനന്ദ് ദേവിയെ ഉപേക്ഷിക്കാനുള്ള ചില തീരുമാനങ്ങൾ, കടുത്ത തീരുമാനങ്ങളും സാന്ത്വനത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വിശേഷങ്ങളാണ്. അപ്പോൾ അത് കേൾക്കാത്തവരൊക്കെ ഒന്ന് കേട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.